ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരൺ, വരൺ, എന്നോടും ദേഷ്യാണോ? എനിക്ക് ഇക്കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? ഒരു ഭാഗത്ത് അച്ഛനും അമ്മയൊക്കെ ഹൃദയം തകർന്നു നിൽക്കുക, മറുഭാഗത്ത് കണിമംഗലത്തുള്ളവരുടെ വേദന. ഇപ്പൊ ഇവിടെ മനസ്സറിഞ്ഞിരിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, മുത്തശ്ശി. ഒക്കെ ഞാൻ കാരണമാണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവൂല്ലേ? എടോ, താൻ തെറ്റിയെന്ന് ആരോടോ പറയുക? കുഞ്ഞുനാളിലെ മുതൽ അച്ഛനും അമ്മയും മുത്തശ്ശിയും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കിടയിൽ, നമ്മുടെ നാട്ടുകാർക്കിടയിൽ ഒരിക്കലും നമ്മുടെ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാവരുതെന്ന്. പെരുമാറ്റത്തിൽ അത് ശ്രദ്ധിക്കണമെന്നും പറയും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഈ നാട്ടിലുള്ള എല്ലാ വീടുകളിലും ഞാനല്ലേ ഇപ്പൊ ചർച്ച. അവരുടെയൊക്കെ കണക്കിന് നോക്കുമ്പോൾ വരൻ എത്ര ക്രൂരനാ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ടുവന്നു, എന്നിട്ട് അവള് മിസ്സായ തക്കം നോക്കി അവളുടെ ചേച്ചി വിവാഹം കഴിച്ചു. കണിമംഗലത്തെ പരമേശ്വരന്റെ മകൻ ആളുകളുടെ ഇടയിൽ ഇപ്പൊ ഒരു വില്ലനായി. പറയുന്നവര് പറയട്ടെ, അല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അതൊന്നും അല്ല സത്യം എന്ന് പറഞ്ഞു നടക്കാൻ പറ്റുമോ? നമ്മുടെ നാശം കാണാൻ മാത്രം ആഗ്രഹിക്കുന്ന ആളുകള് നമ്മൾ പറഞ്ഞാൽ തന്നെ വിശ്വസിക്കോ? അച്ഛന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ തന്നെ നാണക്കേട് തോന്നാ. ഇത്രയും കാലം എന്നെ കുറിച്ച് ഓർത്ത് അവർ അഭിമാനിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ അവരുടെ തലകൂനിയും കാരണം ഞാനാ. എനിക്കെല്ലാം പൊട്ടിച്ചെറിയണം. ഇതെല്ലാം സുകുമാരി മുത്തശ്ശി നടത്തുന്ന കള്ളക്കഥകളാണെന്ന് എനിക്ക് തെളിയിക്കണമെന്നുണ്ട്. പക്ഷെ അതിന് ഞാൻ തുനിഞ്ഞിറങ്ങിയാലുണ്ടല്ലോ, അവരെന്നെ കൊടുക്കും, നിയമം മൂലം കൊടുക്കും. ആളുകൾക്ക് പിന്നെ എന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന കാഴ്ച കൂടി കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനൊന്നും പറയല്ലേ, അങ്ങനൊന്നും സംഭവിക്കില്ല. എന്താ ഇതിനൊരു പരിഹാരം എന്നറിയാത്തതുകൊണ്ടാ ആശ്വസിപ്പിക്കാൻ ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്തത്. പ്രിയങ്ക തിരിച്ചു വന്നപ്പോ വരൺ എന്നോട് ചോദിച്ചില്ലേ, പേടിയുണ്ടോ, തനിക്ക് എന്തെങ്കിലും മനംമാറ്റം വരുമെന്നൊക്കെ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞ് ധൈര്യപൂർവ്വം പിടിച്ചു നിന്നു. പക്ഷെ ഇപ്പോ ഈ ലോകം മുഴുവൻ വരുണ്ണ തെറ്റുകാരെന്ന് പറഞ്ഞാലും ഞാൻ പറയില്ല. എനിക്കറിയാം വരുണ്ണ, എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥത എനിക്കറിയാം. എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന എപ്പോഴും കേട്ടിട്ടുണ്ട്. എന്റെ വേദനകൾക്ക് പരിഹാരം കണ്ടിട്ടുണ്ട്. ഇതും പരിഹരിക്കപ്പെടും വരണം. താൻ കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയനെ. വരണ്ട കൂടെ രാധിക മരണം വരെ ഉണ്ടാവും പറഞ്ഞത് വാക്ക് തന്നെയാ. വരനെ ആരും ഒറ്റപ്പെടുത്തില്ല. ജയിലിലേക്ക് പോകാനായാലും ചാകാനായാലും ഒന്നിച്ച് നമ്മൾ പോവും.